കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതിൽ UDF-ൽ എതിർപ്പറിയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മുന്നണി വിപുലീകരിക്കുന്നത് ആവശ്യമെങ്കിൽ നടക്കട്ടെ, അതിനാരുടെയും പിറകെ നടക്കേണ്ട ഗതികേട് UDF-ൽ ഇല്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലപാട് അറിയിച്ചു. റാഫി കരീം കൊച്ചിയിൽ ചെയ്യുന്നു. റാഫി, ഒരുമിച്ച് നടന്ന് പിന്നീട് വേർപിരിഞ്ഞ് രണ്ട് മുന്നണിയിലേക്ക് പോയവരാണ്. ഈ എതിർപ്പ് സ്വാഭാവികമാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മും കൂടി വരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രസക്തി അത് ഏകദേശം തത്തുല്യപ്പെടും, അല്ലെങ്കിൽ അല്പം കുറഞ്ഞു പോകും. എന്താണ് വിശദാംശങ്ങൾ? ശരിക്കും മുടക്കാൻ തന്നെയാണോ ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം മുന്നണി വിപുലീകരണത്തിൽ? മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ എതിർപ്പ് ഇന്നലെ കൊച്ചിയിൽ നടന്ന UDF മുന്നണി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് ജോസഫ് വിഭാഗം എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നണി വിപുലീകരണം നടക്കട്ടെ എന്നാണ്. പക്ഷേ അതിൻ്റെ പേരിൽ UDF-ൽ നിന്ന് പോയ പാർട്ടികളുടെ പിന്നാലെ പോകുന്നത് നല്ലതല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി ജോസഫ് വിഭാഗം ഇന്നലെ നൽകിയിട്ടുണ്ട്. PJ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ പേരിൽ UDF-നെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകളിലേക്ക് UDF നേതാക്കൾ പോകരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്നലെ മുന്നണി യോഗത്തിൽ ജോസഫ് ചില നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം പോയതിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അത് ജനപിന്തുണ ആർക്കാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നത്. അതായത് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എടുക്കുന്നതിലുള്ള എതിർപ്പ് അറിയിക്കുന്നതിനൊപ്പം ആ എതിർപ്പിൻ്റെ കാരണങ്ങൾ കൂടി ഇന്നലെ മുന്നണി യോഗത്തിൽ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകളിൽ UDF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന നിലപാട് വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇത്തരം കാര്യങ്ങൾ പറയാതെ വ്യക്തമായ നിലപാടെടുക്കണമെന്ന് കൂടി ജോസഫ് വിഭാഗം ഇന്നലെ UDF-നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നേടിയ വിജയം, ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തിക്കളയുകയും അതിലൂടെ ലഭിച്ച മുൻതൂക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ എന്നുകൂടി ജോസഫ് വിഭാഗം ഇന്നലെ UDF-നെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയതാണ്. UDF-ലേക്ക് ഇല്ല എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ നിലപാട്. എന്നാൽ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഒപ്പം തന്നെ അതിനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതാണ് ജോസഫ് വിഭാഗത്തെ ഇത്തരത്തിൽ പരസ്യമായ എതിർപ്പ് അറിയിക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ഒരു ഭയം കൂടിയാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ കൂടി UDF മുന്നണിയുടെ ഭാഗമാക്കിയാൽ ജോസഫ് വിഭാഗത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്നുള്ളതാണ് വലിയൊരു ചോദ്യമായി നിൽക്കുന്നത്. വരില്ല എന്നൊക്കെ ജോസ് കെ മാണി പറയുമ്പോഴും പലപ്പോഴും ആ നിലപാടൊക്കെ മയപ്പെടുത്തിയ ചരിത്രം കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെയാണെങ്കിൽ മുന്നണി വിപുലീകരണത്തിൽ UDF സ്വാഭാവികമായും ഏറ്റവും പ്രൈമായി ഫോക്കസ് ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും ഈ കേരള കോൺഗ്രസ് എമ്മിനെയാണ് കൂടെ കൂട്ടാൻ. ഇത്തരത്തിൽ ഈ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയാൽ ജോസഫ് വിഭാഗം കൈയൊഴിഞ്ഞ് മുന്നണി മാറുമോ? അങ്ങനെ എന്തെങ്കിലും ആശങ്ക ഇപ്പോൾ ഈ UDF നേതൃത്വത്തിനുണ്ടോ? പ്രത്യേകിച്ച് ശക്തി ആർക്ക് കേരള കോൺഗ്രസ് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യമാണ്, ഉത്തരമില്ല. സുഹൈൽ, തീർച്ചയായും ഇത്തരത്തിലൊരു ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. കാരണം സീറ്റും വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ ഇരു വിഭാഗത്തിൻ്റെയും ശക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് LDF പാളയം വിട്ട് ജോസ് കെ മാണി UDF-ലേക്ക് എത്തുമോ എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ ജോസ് കെ മാണി നിലപാട് പറയുന്നത് UDF-ലേക്കില്ല, LDF-ൽ തങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ളതാണ്. എന്നാൽ LDF-നകത്തെ മറ്റു ഘടകകക്ഷികളിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അല്പസമയം മുൻപ് NCP-യിൽ നിന്നുണ്ടായ എതിർപ്പുകളടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ UDF നീക്കങ്ങൾ വളരെ ശക്തമാക്കുകയാണ്. ഇന്ന് UDF DCC-യിൽ ഒരു യോഗം നടത്തുന്നുണ്ട്. DCC യോഗം വളരെ നിർണായക യോഗമാണ് ഇന്ന് നടക്കുന്നത്. KPCC പ്രസിഡന്റ് അടക്കമുള്ള നിലവിൽ KPCC-യുടെ പുതിയ ഭാരവാഹികൾ അടക്കം, ഷാഫി പറമ്പിൽ അടക്കം, PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗമാണ് DCC-യിൽ നടക്കുന്നത്. അടുത്ത മാസമാണ് ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം നടക്കുക. ഇത്തരം കാര്യങ്ങൾ നടക്കാനിരിക്കെ കോട്ടയം കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ എല്ലാം നിലനിൽക്കെ കോൺഗ്രസ് നേതാക്കൾ കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ജോസ് കെ മാണിയുമായുള്ള ചർച്ചകൾക്ക് വഴി അടഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ആദ്യം തന്നെ അത്തരം ചർച്ചകൾക്ക് അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ എതിർപ്പ് അറിയിക്കുക, ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നലത്തെ മുന്നണി യോഗത്തിൽ ജോസഫ് എതിർപ്പ് അറിയിച്ചതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ നീക്കം ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കെ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കെ കേരള കോൺഗ്രസും UDF-ലേക്ക് വരുമോ എന്ന ചോദ്യം അങ്ങനെ തന്നെ നിൽക്കെ
ഇപ്പോൾ എതിർപ്പുമായി ജോസഫ് വിഭാഗം എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അറിയാം, വരും മാസങ്ങളിൽ അറിയാം ആരൊക്കെ എങ്ങോട്ടൊക്കെ അഭയം തേടുമെന്ന്.